കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട്. ബിജീഷ്, ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ കളക്ടർ നേരിട്ടെത്തി പ്രഗത്ഭരുടെ വീടുകളിലേക്കൊക്കെ നേരിട്ടെത്തി ഈ ഫോമുകൾ നൽകുന്നുണ്ട്. അവിടെ എന്താണ്, കണ്ണൂരിൽ എവിടെയാണ് കളക്ടർ എത്തിയത്? ആരുടെ വീട്ടിലാണ്? വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് കണ്ണൂരിൽ അതിന്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ ചെറുഗതാഗതത്തായിട്ടുള്ള ടി പത്മനാഭന്റെ വീട്ടിലാണ് രാവിലെ കളക്ടറും അതുപോലെ തന്നെ സബ് കളക്ടറും അടങ്ങിയ സംഘം എത്തിയത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇതിന്റെ ഫോം നൽകി. ആ ഫോം ഫില്ല് ചെയ്ത് ഒരു ഫോം ഉദ്യോഗസ്ഥ സംഘവും വാങ്ങി, മറ്റൊന്ന് ഒരു കോപ്പി ഇദ്ദേഹത്തിന്റെ കയ്യിൽ വെക്കുകയാണ് ചെയ്തത്. ഏതായാലും ടി പത്മനാഭൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, അതായത് ഇത് സംബന്ധിച്ചിട്ടുള്ള തന്റെ വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. പക്ഷെ ഉദ്യോഗസ്ഥർ വരുമ്പോൾ ആ നടപടിക്രമങ്ങളുമായിട്ട് സഹകരിക്കും. എല്ലാ കാര്യങ്ങളിലും ഉള്ളതുപോലുള്ള വ്യക്തിപരമായ അഭിപ്രായം തനിക്ക് SIR-മായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഉദ്യോഗസ്ഥരെടുത്ത് കാണിക്കില്ല. ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് തന്നെ ബൂത്ത് ലെവലിലുള്ള ഓഫീസർമാരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. SIR നടപടികളുടെ ഭാഗമായിട്ട് ഓരോ വീടുകളിലും ചെന്ന് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്ക് ഉദ്യോഗസ്ഥന്മാരും കടന്നു എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരം. അമൃത. ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാനായി മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, ഇടുക്കിയിൽ നടപടികളൊക്കെ ആരംഭിച്ചോ? തീർച്ചയായും അമൃത, ഇടുക്കിയിലും SIR-ന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഞങ്ങളുള്ളത് ഇടുക്കി തൊടുപുഴ കുമ്പങ്കലിലെ ഒരു വീട്ടിലാണ്. ഇവിടെ BLO-മാർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഓരോ നടപടിക്രമങ്ങളും പതിയെ വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട മുൻപ് തന്നെ പരിചയസമ്പന്നനായ BLO അനസ് സാറാണ്. അദ്ദേഹം ഇവിടുത്തെ വീട്ടിലുള്ള ഒരാളുടെ വിവരങ്ങൾ ശേഖരിച്ച് തിരുത്തി കൊടുക്കുകയും കൂടെ അത് കാണുവാൻ വേണ്ടി പഠിക്കുവാൻ വേണ്ടി കുറച്ച് BLO-മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാർ, എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ? 2005 വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പേരുള്ളവരുടെ ഒരു പ്രിന്റഡ് ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്രിന്റഡ് ഫോമിലാണ് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എഴുതി ചേർക്കുന്നത്. SIR-ആയിട്ട് ബന്ധപ്പെട്ട് 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള വിവരങ്ങളാണ് ഇതിൻ്റെ താഴെ കാണുന്ന ഭാഗത്ത് ചേർക്കേണ്ടത്. മുകളിൽ നിലവിലുള്ള പ്രസൻറ്റ് അഡ്രസ്സ് കാര്യങ്ങൾ നമ്പർ, ആധാർ നമ്പർ ചേർക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2002 SIR-ആയിട്ട് ബന്ധപ്പെട്ടുള്ള വോട്ടർ പട്ടികയിൽ പേര്, വോട്ടർ ID നമ്പർ, മണ്ഡലത്തിൻ്റെ പേര്, നമ്പർ, ക്രമ നമ്പർ, ഇതൊക്കെയാണ് ചേർക്കേണ്ടത്. എന്നാൽ 2002 വോട്ടർ പട്ടികയിൽ പേര് ഇല്ല എങ്കിൽ ഈ ഈ വോട്ടറുടെ ബന്ധുവിൻ്റെ പേര്, അതായത് ഫാദർ, മദർ, ഇവരുടെ പേര് ചേർക്കണം, നമ്പർ ചേർക്കണം, ഡീറ്റെയിൽസ് ചേർക്കണം. ഫാദറിൻ്റെയും മദറിൻ്റെയും ഇല്ലെങ്കിൽ അവരുടെ വല്യപ്പ, വല്യമ്മ, ഗ്രാൻഡ് മദർ, ഇവരുടെ നമ്പർ എഴുതി ചേർക്കേണ്ടത്. പട്ടികയിലുള്ള 2002 പട്ടികയിലുള്ള ബന്ധുക്കളുടെ നമ്പർ ആയിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ടത്. അത് ബന്ധുക്കൾ ഉദ്ദേശിച്ചത് ഫാദർ, മദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, റിലേറ്റീവ്സ് ആണ്. അതെ, അല്ലാതെ സഹോദരങ്ങൾ ഉൾപ്പെട്ട് വരില്ല ആ നമ്പറിൽ. അതിനുള്ള ഓപ്ഷൻ BLO-യുടെ ആപ്പിൽ ഇല്ല നിലവിൽ. സണ്ണ്, ഡോട്ടർ, ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് ഡോട്ടർ, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളൂ. ശരി. അപ്പോൾ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിൽ 117-ാം ബൂത്തിൽ ഉള്ള ഒരു വീടാണിത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമാണ്. കേരളത്തിൽ BLO-മാർ ഇപ്പോൾ എന്യൂമറേഷൻ ഫോമുമായി വീടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളാണ് ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് നൽകിയത്.